ഒരുപാട് നാളുകൾക്ക് ശേഷം കുറെ നല്ല ആൾക്കാരുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഷാജി പറ്റില്ല അല്ല, അത് നല്ല സിനിമയ്ക്കപ്പുറം നല്ല ആൾക്കാരുടെ കൂടെ സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം നമ്മൾ നല്ല ആൾക്കാരെന്ന് പറയുമ്പോൾ സിനിമയിൽ നല്ല ആൾക്കാരില്ല എന്നല്ല, വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ ചേട്ടൻ എന്നോട് കഥ പറയുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും ദിവസത്തിൽ നമ്മൾ തീർക്കും, അത്രയും ദിവസം എടുത്തുള്ളൂ. എൻ്റെ വീടിനടുത്ത് തന്നെ ഷൂട്ട്. പല കാരണങ്ങളുണ്ട് എനിക്ക് ഇന്ന് ഇത് സഹകരിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊട്ടപ്പുറത്താണ്, എനിക്ക് വന്നു പോകേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്കൂളിൽ, അതൊരു സ്കൂൾ മാഷായിട്ട് ഇത്രയും സുഖമുള്ള, അല്ലെങ്കിൽ ഇത്രയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് അതും ദേവനന്ദയുടെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റിയതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം വളരെ പ്രൊഫഷണൽ ആയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ എന്നോടൊരു വാക്ക് പോലും സെറ്റിൽ സംസാരിച്ചിട്ടില്ല, അല്ലേ? എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാലേ ഉള്ളൂ. അപ്പൊ ഞാൻ ദേവനന്ദയുടെ പല ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ പ്രായത്തിൽ, എന്ന് വെച്ചാൽ ദേവനന്ദ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് ഇതുപോലൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് ഉറങ്ങാതൊക്കെ ഇരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് ആ സമയത്ത് ഇത്രയും പക്വത ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ആവണമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് അങ്ങനെയുള്ള ദേവനന്ദയെ കാണാൻ പറ്റിയപ്പോൾ ദേവനന്ദ എന്നോടൊന്നും മിണ്ടുന്നില്ല. ഞാൻ അങ്ങോട്ടാണ് ഓർമ്മയുണ്ട്, പലപ്പോഴും ഞാൻ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ദേവനന്ദ ഈ ക്യാരക്ടറായിരിക്കുക. അപ്പൊ ഞാൻ പലപ്പോഴും ഈ സീനിനകത്ത് തന്നെ ദേവനന്ദ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ പോയി, അല്ലെങ്കിൽ ദേവനന്ദ പല പല സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ ഞാനാണ് അങ്ങോട്ട് പോയി സംസാരിക്കുന്നതും അങ്ങോട്ട് പോയിട്ട് മോളെന്താ മാറി നിൽക്കുന്നതൊക്കെ ചോദിക്കുന്നത്. ആ അവസ്ഥയായിരുന്നു ഈ സീൻ കട്ട് ചെയ്തതിന് ശേഷവും പലപ്പോഴും ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കേണ്ടി വരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മോള് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ പിടിച്ച് അതിനകത്തങ്ങ് ജീവിക്കായിരുന്നു തോന്നുന്നു. അപ്പൊ അതൊരു വലിയ സന്തോഷം. കാര്യമായിട്ട് പറഞ്ഞ കേട്ടോ, തമാശൊന്നുമല്ല, കാര്യം. പിന്നെ സാറിന്റെ സ്കൂളിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സ്കൂളിനടുത്ത് ഞാൻ അതിനകത്ത് തൊട്ട് മുന്നേ പ്രിൻസൺ ഫാമിലി സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു സ്കൂൾ അങ്കണത്തിലൊരു സിനിമ ഷൂട്ട്, അതൊക്കെ ഒരു ഭയങ്കര ഒരു രസമുള്ള, അല്ലെങ്കിൽ നല്ലൊരു ഓർമ്മയായിരുന്നു. ആ ചുരുക്കം ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു, പാലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെയും ഒരു ഭയങ്കര രസമുള്ളൊരു വീട്, ആ വീട്ടിലായിരുന്നു ഷൂട്ട്. എനിക്ക് അവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തന്നെ ഇതായി, അല്ലേ? കുറേ ദിവസം അവിടെ തന്നെ കിടക്കുകയായിരുന്നു അല്ലേ? കാരണം അത്രയും മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ, കുറേ നല്ല ആൾക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങളെ ഉണ്ടായിരുന്നെങ്കിലും ആ നല്ല ദിവസത്തെ കുറേ, ആക്ച്വലി ആ ദിവസങ്ങളിലെ ചുരുങ്ങിയ ദിവസങ്ങളിൽ കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ചെറിയ കുഞ്ഞു സിനിമയാണിത്. ഇതിൻ്റെ കഥയോ അതിൻ്റെ പശ്ചാത്തലമോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കുഞ്ഞു കഥയാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഈ സിനിമ മാർച്ച് 27 തിയേറ്ററിലെത്തുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് നമ്മുടെ സിനിമ ഒരു ഫുൾ ഫാമിലി ആയിരുന്നു. കാരണം നിങ്ങളെല്ലാവരും നമ്മുടെ ഫാമിലിയിലൊരു ഭാഗമാണ്. അപ്പൊ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു മൂവിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇത്രയും അടുപ്പം, ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു നമ്മുടെ സെറ്റില്. ഇപ്പോൾ മീര ആൻറ്റി ആണെങ്കിലും പാപ്പു ചേച്ചി ആണെങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ ആ റോൾ, നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എത്ര അടുപ്പമുണ്ടോ അത്രയും അടുപ്പമായിരുന്നു നമ്മൾ ഓഫ് സ്ക്രീനിലും. ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാകും, ഞങ്ങൾ ഓരോ ഗെയിംസ് കളിക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ മൂവി ചെയ്യുമ്പോഴും ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. കാരണം ആ ബോണ്ട് നമ്മൾ ഓഫ് സ്ക്രീനിൽ അത് ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് ഇത്രയും നല്ല ഒരു മൂവിയുടെ ഭാഗമായിട്ട് ഇവരെ എല്ലാവരെയും കൂടെ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കിയ ഒത്തിരി നല്ല നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ട്. അതുപോലെ ധ്യാൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ ചേട്ടനോട് സംസാരിച്ചില്ലാന്ന്. ഞാൻ ചേട്ടൻ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്. ചേട്ടൻ ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ള പേഴ്സണാണ് ഇന്റർവ്യൂസ്. പക്ഷെ ചേട്ടൻ സെറ്റ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്
ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര പ്രൊഫഷണലാ. ചേട്ടൻ ഓൺ ടൈം എത്തും, എല്ലാം കൃത്യം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യം എനിക്ക് അതിശയായി, എന്ത് പ്രൊഫഷണൽ ആണെന്നറിയോ. അപ്പം ചേട്ടന്റെ കൂടെ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും അത്രയും പ്രൊഫഷണലിസം കാണിക്കണം, നമ്മളും അത്രയും ഇൻപുട്ട് ഇടണം. അപ്പൊ ചേട്ടന്റെ കൂടെ ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് എല്ലാം കാണുന്നതാണ്. അപ്പൊ എനിക്ക് ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട്, ഞാൻ കുറേ റോൾസ് ഉണ്ട് ചേട്ടൻ എനിക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ചേട്ടന്റെ ഓരോ വർക്ക്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവീസാണ്. അപ്പൊ ചേട്ടനെ നേരി കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസസിന്റെ കൂടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാനും കരുതുന്നത്. പിന്നെ ഇവിടെയുള്ള എല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. കാരണം ഇവർ ഓരോരുത്തരും എന്നെ കല്യാണമരത്തിന്റെ ജേർണിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ അങ്കിളിന് ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ ഞങ്ങളെ എല്ലാവരെയും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഫ്രീഡം ഉണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ഇൻപുട്ട് ആ ക്യാരക്ടറിന് കൊടുക്കണോ അത് കൊടുക്കാനുള്ള ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. അത് അങ്കിളുടെ രീതിയിൽ എങ്ങനെ മാറ്റണം എന്ന് അങ്കിളിന് തോന്നുമെങ്കിൽ നമ്മളെടുത്ത് വന്ന് പറയും, ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. അതൊക്കെ നമ്മളെ ഒത്തിരി ആ ക്യാരക്ടർ ഷേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് കുറച്ച് കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിലും അത് മൂവി ഒന്നിച്ച് വന്നപ്പോൾ അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഫൈനൽ എഡിറ്റ് ഞാൻ കണ്ടില്ല, എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അത് ആദ്യമായിട്ട് ഫേസ്റ്റ് ഷോ എല്ലാവരെയും കൂടി ഇന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഡബിങ്ങിൽ കണ്ടിരുന്നു കുറേ സീൻസ്. എല്ലാവരുടെയും അഭിനയം എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി. കാരണം ഓരോരുത്തരും അത്രയധികം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അവരവരുടെ ക്യാരക്ടറായിട്ട് ട്രൂലി ജീവിക്കുകയായിരുന്നു. ഇനി എനിക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് എത്രയധികം നന്നായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പോയി സിനിമ കാണുന്നവര് ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇറങ്ങത്തില്ല. കാരണം ഒരു നല്ല മൂവിയാണ്. അത് എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും ആനുവൽ എക്സാംസ് കഴിഞ്ഞിട്ട് പോയി റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പം ഇവിടെ പാട്ട് പാടിയ ശ്രേയച്ചേച്ചാണെങ്കിലും പ്രശാന്ത് ഏട്ടനും എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ അങ്കിൾ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ പ്രൊഡ്യൂസർ അങ്കിൾമാരൊക്കെ സെറ്റ് വന്നാൽ ഭയങ്കര ടെൻഷനായിരിക്കും, ഇന്ന ദിവസത്തിനുള്ളിൽ തീരുവോ, ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുമോ, അതിന്റെ ടെൻഷനിലായിരിക്കും സെറ്റ് വരുന്നത്. അപ്പൊ നമുക്കും പ്രശ്നം ഉണ്ടാവും, നമ്മൾ തീർക്കണം, നമ്മൾ ഷോർട്ട് കുറച്ചെടുക്കണം. പക്ഷെ നമ്മളെല്ലാരെയും സെറ്റ് വന്ന് ഇത്രയും എൻകറേജ് ചെയ്യുന്ന വേറൊരു ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമ്മുടെ സെറ്റ് വന്നിട്ട് നമ്മളെ അത്ര അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ആളും നമ്മുടെ ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഷാജി അങ്കിളും നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ കാര്യവും നോക്കുന്നത് ഷാജി അങ്കിളായിരുന്നു. നമ്മുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമ്മുടെ മ്യൂസിക് ഒക്കെ ഭയങ്കര രസമുള്ള മൂവിയായിട്ട് ആ തീമിന് ഭയങ്കര ഭംഗിയുള്ള മ്യൂസിക് ആണ്. എല്ലാവരും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം വരുമ്പോൾ വിഷ്വൽസും എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. ഏതെങ്കിലും ഭാഗം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും മാർച്ച് 27 വന്ന് കാണണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. ഈ സിനിമയിലേക്ക് വരുമ്പം എനിക്ക് അക്ഷരത്തിന് എൻ്റെ അയൽപക്കംകാരനെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ വീട്ടിന് ഏകദേശം അടുത്തടുത്തുള്ളവരായിരുന്നു. പിന്നെ ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും സൗകര്യപ്രകാരം ഇപ്പം ധ്യാൻ ചേട്ടൻ്റെ വീടിനടുത്ത് ഷൂട്ട് ചെയ്തതുപോലെ എൻ്റെയും വീടിനടുത്തായിരുന്നു ഷൂട്ട്. വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്ന ഒരു പ്രത്യേക സന്തോഷകരമായ അവസ്ഥയുണ്ടായിരുന്നു. അതൊരു സുഖകരമായ അവസ്ഥയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഇത്ര ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യാൻ പറ്റി. ധ്യാൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല, ഒരു പടത്തിലാണെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരുമിച്ച് സീൻസ് ഒന്നുമില്ല. ഒരു ഫോൺ കട്ട് അതെ, അത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഫോൺ വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. പറഞ്ഞതുപോലെ ഒരു കുഞ്ഞു സിനിമയാണ്, കുഞ്ഞു കഥയാണ്. 27 റിലീസാവുകയാണ്. എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു. ഹലോ. ഇവർ പറഞ്ഞതിൽ കൂടുതലായിട്ട് എനിക്ക് ആഡ് ചെയ്യാനൊന്നുമില്ല. ഇവർ കുറേ സംസാരിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു പടത്തിൽ പാട്ടാവാൻ പറ്റിയിട്ട്, രാഖി എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. എൻ്റെ ക്യാരക്ടറായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച് ഡയറക്ടർ സർ ആൻഡ് പ്രൊഡ്യൂസർ സർ ആൻഡ് ഓൾസോ ചെറിയ. യെസ്, അഫ്കോഴ്സ് ഇവരെല്ലാവരുമായിട്ട് ഉള്ള കോമ്പിനേഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ഹോപ്പ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട് എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ. ഇവിടെ നിങ്ങൾ എല്ലാവരും വന്നു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ലൈക്ക് എവറിബഡി സെയിം, വലിയൊരു ബ്ലെസ്സിങ് ആണ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി, ടു വർക്ക് വിത്ത് സച്ച് വണ്ടർഫുൾ ആക്ടേഴ്സ്, സച്ച് എ ഗുഡ് ക്രൂ. പിന്നെ ഫൈനലി ടു സേ, ഈ പടം കല്യാണമരം ഇതൊരു ഇൻവിറ്റേഷനാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന്, നിങ്ങൾ എല്ലാവരുടെ ഫാമിലീസിന്. Please come and watch this wonderful family entertainer. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിൽ ഒരു നല്ല മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നന്നായിട്ട് പാടിയിട്ടുമുണ്ട്, നന്നായിട്ട് വിഷ്വലും എല്ലാം നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും, ഈ സിനിമയുടെ കാര്യങ്ങളിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ വളരെ വലിയൊരു ഭാഗ്യമാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും നല്ല ടീമിനോടൊപ്പം, നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. സത്യത്തിൽ അത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ച ഈ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ടീമിനോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ഷാജിക്കയാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. വന്ന സമയത്താണ് ഞാൻ അദ്ദേഹം പരിചയപ്പെടുന്നത്, ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയൊക്കെ പരിചയപ്പെടുന്നത്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയത്, ഇപ്പം ക്യാമറമാൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു രജീഷ്, ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ കോമ്പിനേഷൻ സീനിൽ ഞാൻ പ്രശാന്തിൻ്റെ അമ്മാവൻ്റെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. മനോജ് കെയുമായിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത്. അപ്പോൾ മനോജ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, നാടകക്കാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ. പിന്നെ മാഡത്തിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കോമ്പിനേഷൻ കൂടെ നിൽക്കുന്ന ആളുകൾ, നമുക്ക് അറിയുന്ന തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളെ, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കത് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. നമുക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് മനോജ് ഓരോ മൊമെന്റിലും അങ്ങനെ ഒരു ഡിസ്കഷൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സീനുകളൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മാർച്ച് 27 പടം തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പടത്തിന് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് കല്യാണമരത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഞാൻ ശരിക്കും തീരെ എക്സ്പെക്റ്റഡ് ആവാതെ ഈ മൂവിയിലേക്ക് വന്ന ഒരാളാണ്. കാരണം ആദ്യം സോങ്സ് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു, പിന്നെയാണ് ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അജയ് ജോസഫ് സാർ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് പാടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ന്യൂജൻ കാലത്ത് ഇറങ്ങുന്ന ഒരു പാട്ട് പോലത്തെ ഒരു പാട്ടല്ല, അതൊരു ഭയങ്കര ഒരു പഴയ രീതിയിലൊരു റെട്രോ കൈൻഡ് ഓഫ് സോങ് ആണ്. ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ഫുൾ 100% കൊടുത്ത് ആ സോങ് പാടാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ പിന്നെ എൻ്റെ അനിയത്തി ദേവുടെ മൂവിയാണ്. സോ ഇവരെല്ലാവരും, ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഹാപ്പി ടു ബി ഹിയർ, സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് കല്യാണമരം. അപ്പം മൂവി മാർച്ച് 27 റിലീസ് ചെയ്യാണ്. എല്ലാവരും വരണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഹായ് ദേവന്ത. ഇപ്പം പുതിയൊരു ചിത്രം ഇറങ്ങാൻ പോവാണ്. ഇപ്പം ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ നോർമലി എല്ലാം ഇപ്പം ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും മിക്ക സിനിമകൾ ഇറങ്ങുമ്പോൾ കാണാറുള്ളൂ. പക്ഷെ ഇതിനൊരു എന്താ പറയുക, ഇച്ചിരി നാച്ചുറൽ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നാട്ടുമ്പുറം, അല്ലെങ്കിൽ കുട്ടികൾ, അങ്ങനത്തെ ഒരു ആ ഒരു ജോണുള്ള ചിത്രങ്ങൾ ഇറങ്ങുന്നത് വളരെ കുറവാണ്. ഈ ചിത്രം സ്റ്റോറി കേട്ടാൽ വളരെ യുണീക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഏജിലുള്ളവരുടെ കൂടെ, പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടൻ്റെ കൂടെ അങ്ങനെ പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ധ്യാൻ ചേട്ടൻ ഒരു അധ്യാപകൻ ആണെന്നാണ് തോന്നുന്നത് പോസ്റ്ററൊക്കെ കണ്ടിട്ട്. എങ്ങനെയുണ്ട് ധ്യാൻ ചേട്ടൻ്റെ അധ്യാപകൻ? പറഞ്ഞിരുന്നു ചേട്ടൻ പറഞ്ഞു.
ഇത് എന്തായാലും ഒരു വ്യത്യസ്ത ടൈപ്പ് ക്യാരക്ടറാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. മൂവി കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരിക്കും. ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനും എപ്പോഴും എന്തെങ്കിലും കണ്ട ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെ. അപ്പോൾ ഞാൻ ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് വന്നിട്ട് ക്യൂരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ക്യാരക്ടറിനും ആ ഒരു എലിമെൻ്റ് ഉള്ളപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ കൂടെ എനിക്ക് കുറച്ച് സീൻസേ കിട്ടിയുള്ളൂ, പക്ഷെ എല്ലാം നല്ല സീൻസ് ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണ് സ്കൂൾ. അപ്പോൾ ആ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണ് ഒരു സാറും കുട്ടികളും തമ്മിലുള്ള ബോണ്ട്, അതെല്ലാം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ ഈ മൂവി ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലിക്ക് വന്ന് എന്തായാലും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത് ആ ഒരു നാട്ടിലല്ലെങ്കിൽ ആ വീട്ടില് ആ വീട്ടുകാരുടെ കഥ, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരുടെ കഥ, അവരിൽ എന്താണ് നടക്കുന്നത്, ഒരു ഇഷ്യൂ വരുമ്പോൾ അവരെങ്ങനെ ഓരോരുത്തരും എങ്ങനെ അത് ഫേസ് ചെയ്യുന്നു, അതൊക്കെ ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം. വെറുതെ പുസ്തകം ഉള്ളതുപോലെ കുട്ടികളെ വായിച്ച് പഠിപ്പിക്കുന്നതല്ല പഠനം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പം ശരിക്കും എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഇതിനു മുമ്പ് സ്ഥാനാർത്ഥി സ്ത്രീകളും ഒരു ചിത്രം ഇറങ്ങിയിരുന്നു. അപ്പം അത് ആ ഒരു സിനിമ കൊണ്ട് മാറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് വരുന്നതല്ല, അല്ലെങ്കിൽ ഇരിപ്പിടങ്ങളല്ല ഒരാൾ ഡിസൈഡ് ചെയ്യുന്നത്, അതായത് ബാബു ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിനിമ എന്താണ് പ്രേക്ഷകർ നൽകുക? അത്തരം കാര്യങ്ങളിലോട്ടൊന്നും അതൊന്നുമല്ല ഇതിൻ്റെ കഥയും അതിൻ്റെ കഥാപശ്ചാത്തലമൊന്നും. അതെല്ലാം കുറച്ചുകൂടെ ഒന്നും ഞാൻ നാട്ടിൽ പഠിച്ചിട്ടില്ല ഇവിടെ. അപ്പം എനിക്ക് ഇപ്പോഴും അന്ധകാലത്തുള്ള സിലബസും അതൊക്കെ തന്നെയല്ലേ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലാന്ന് തോന്നുന്നു. മാറുന്നുണ്ടോ? ഇടയ്ക്കൊരു DPEP വന്നത് ഓർമ്മയുണ്ട് എനിക്ക്. അതല്ലാതെ പിന്നെയുള്ള ഞാൻ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ പാഠ്യപദ്ധതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ജ്ഞാനമില്ല. ഒന്ന് ഇപ്പോഴാണെങ്കിൽ ഒരുപാട് വന്നു, പക്ഷേ CBSE, IB, ICSE, പിന്നെ കേംബ്രിഡ്ജ്, ഇതൊക്കെ കുറേ സിലബസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ സാറിന് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റും. ബിക്കോസ് സാർ ഒരു സ്കൂൾ റൺ ചെയ്യുന്നതാണ്, സ്കൂളിൻ്റെ ചെയർമാനും കൂടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഈ സിനിമയിലൂടെ നമ്മൾ എന്തായാലും ചർച്ച ചെയ്യുന്നില്ല. അതിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നുമല്ല ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. സിനിമ ഈ ടൈറ്റിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഒരു കഥയും അതിൻ്റെ ഒരു പരിപാടിയൊക്കെ. അത് ട്രാക്ക് ചെയ്യാൻ പറ്റിയാൽ സിനിമ എന്താണെന്ന് മനസ്സിലാവും. അത്തരം കാര്യങ്ങളെ കുറിച്ച് സാറ് സംസാരിക്കുന്നതായിരിക്കും. അല്ല, അദ്ദേഹം ചോദിച്ചതിൽ പൊതുവിദ്യാഭ്യാസ മേഖല വളരെ 100% മാറിയിട്ടുണ്ട്. അത് അതിൻ്റെ കെട്ടിലും മട്ടിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം പൊതുവിദ്യാഭ്യാസ മേഖല മാറിയിട്ടുണ്ട്. ഫുഡടക്കം കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖല പഠിക്കുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം, കുട്ടികളുടെ ഭക്ഷണം, വൈകുന്നേരം ഭക്ഷണം, എല്ലാ കാര്യത്തിലും താങ്കളുടെ ജോലി വളരെ കറക്റ്റാണ്, വളരെ മാറിയിട്ടുണ്ട്. പക്ഷെ സിനിമ അതുമായി ബന്ധപ്പെട്ടല്ല. സിനിമ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അതുമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. ഇപ്പം കറന്റ് ഉള്ള സിറ്റുവേഷൻ പറഞ്ഞ പോലെ ഇപ്പം സിനിമ കൂടുതൽ നമ്മുടെ സിനിമ മിഡിൽ ഈസ്റ്റിലായിരിക്കും കുറച്ചുകൂടെ കച്ചവടം നടക്കാറ്. അപ്പം ഇപ്പോഴത്തെ ക്രൈസിസിൽ പല സിനിമകളും മാറ്റി വെച്ചിട്ടുണ്ടിരിക്കുകയാണ്. ആട് മാറ്റിയിട്ടില്ലല്ലോ. ഇല്ല. അതിനും കൂടെ ഇറങ്ങാത്ത ചിത്രങ്ങളൊക്കെ മാറ്റി വെച്ചു. ടോക്സിക് ഒക്കെ മാറ്റിയത്, ദുരന്തം മാറ്റിയത്. അതേപോലെ പല സിനിമകളും മാറ്റുന്നുണ്ട്. അപ്പം ക്രൈസിസിന്റെ കൂടെ നമ്മുടെ നാട്ടിൽ ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ ഗ്യാസ് ഇല്ലാതായിക്കൂടെ, ഹോട്ടലുകളിൽ അടയ്ക്കുന്നു, അത് സിനിമയും ബാധിച്ചു തുടങ്ങുന്നുണ്ട്. പല സെറ്റുകളിൽ ഇപ്പോൾ അതുകൊണ്ട് അത് മുന്നോട്ടില്ല. അപ്പം മുന്നോട്ടുള്ള ഭാവി അല്ലെങ്കിൽ സിനിമയിൽ ഇനി കുറയുവാണോ അല്ലെങ്കിൽ കുറയാൻ ചാൻസുകളാണോ? യുദ്ധം തീരാൻ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഞാനാണ് ഇവിടെ ഭാവി ഇതാക്കേണ്ടത്. നമ്മളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ച് നല്ല യുദ്ധം ചെയ്യാൻ പറ്റും, പ്രാർത്ഥിച്ച് യുദ്ധം എപ്പോഴെങ്കിലും അവസാനിക്കണമെന്ന് ആലോചിക്കുക, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ? മുന്നോട്ടുള്ള ഭാവി തുടർന്ന് പോവുകയാണെങ്കിൽ ഇതൊക്കെ ഇല്ല, ഈ റിസോഴ്സസ് ഒക്കെ കട്ടായി പോകും. പിന്നെന്താ, പട്ടിണിയായി പോകും. പിന്നെ നമ്മളെല്ലാം കക്കാൻ വരേണ്ടി വരും. പിന്നെ നാട്ടിൽ വേറൊരു അവസ്ഥ വരില്ലേ. പിന്നെ
അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വേറെ എന്ത് ചെയ്യുന്നു? എനിക്ക് അത് മൈക്ക് ഈ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലടാ. അധ്യാപകന് പറ പറ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്കൂളുകളിൽ വണ്ടികളൊന്നുമില്ല, കയ്യിലൊരു വണ്ടി കലിപ്പ് മാഷണം. കാരണം ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്നുള്ള വലിയൊരു കാര്യമാണ്. ഇപ്പം പിള്ളേര് സ്കൂളിൽ മടിയൊന്നുമില്ല. അടിച്ചോളം പറഞ്ഞിട്ടുണ്ട് വീണ്ടും. ആ അടിച്ചോളം പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ അങ്ങനെ ഒരു ഉത്തരവ് വന്നല്ലേ. ആ ഇടക്കാലത്ത് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ വീണ്ടും, കാരണം 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ഇപ്പോ നല്ല MDMA ഇതൊക്കെയാ. 2 അടി കിട്ടിയാലേ ശരിയാവുള്ളൂ. മദ്യപാനം. അതെ, കഴിഞ്ഞ ഏതൊരു ദിവസം മറ്റേ ഏതൊരു പയ്യൻ പ്രിൻസിപ്പളിനെ വരട്ടുന്നതൊക്കെ കണ്ടില്ലേ, ഒരു വീഡിയോ ഒക്കെ ഇറങ്ങി. പക്ഷെ അതിനോട് നമുക്കൊരു ബഹുമാനം തോന്നിയിരുന്നല്ലേ. അല്ല, അതുകൊണ്ട് ഇത് ഞാനൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്തതാ. പക്ഷെ ഇപ്പൊ തിരിച്ചടിക്കാമെങ്കിൽ അടിക്കാം. പക്ഷെ ഞാനൊക്കെ പണ്ട് പഠിച്ചോണ്ടിരുന്ന സമയത്ത് എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുന്നുള്ളതായിരുന്നു നമ്മുടെ ഒക്കെ ഒരു മൈൻഡ്. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും കേട്ടോ. പക്ഷെ ഇനി എന്താ, അടിച്ചാല് നന്നാവുള്ളൂ പിള്ളേര്. കുറച്ചൊക്കെ അടി അവിടെ ഇവിടെ ഒക്കെ കിട്ടിയാൽ ചിലപ്പോ നന്നായാലോ. എനിക്കൊരടി കിട്ടിയപ്പോ ഞാൻ നന്നായി. അതുകൊണ്ട് അടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്താണെങ്കിലും കായികമായി നേരിടുന്നത് ചിലർക്ക് അടി കിട്ടിയാൽ നല്ലതാന്ന് തോന്നും. നാട്ടിലിപ്പോ സ്കൂളിൽ അടിയൊക്കെ ഉണ്ടോ? അപ്പൊ പിള്ളേർക്കൊക്കെ അടിക്കുമല്ലേ? സ്കൂളിൽ പോകുന്ന കുട്ടി ദേവനന്ദ അടി കിട്ടാറുണ്ടോ? ഏതൊരു സിലബസ്? CBSE ഇല്ല, അടിയില്ല. അല്ല, CBSE കുറച്ചുകൂടെ എല്ലാം കറക്റ്റ് ആയിരിക്കും അല്ലേ? ആ അടിക്കില്ല. അടിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷെ അത്ര അടി കിട്ടിയേ നന്നാവുന്നുള്ള ചില നമ്മൾ കാണുമ്പോൾ തോന്നില്ല ഇവന് 2 അടി കിട്ടണം എന്നുള്ളത്. വീട്ടുകാർക്കും തോന്നും ചിലർ കാണുമ്പോൾ ഇവന് 2 അടി. അങ്ങനെ ഒരാളായിരുന്നു നീ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കണം. അപ്പോൾ അവരും പറയുമല്ലോ, സാറേ ഒന്ന് ഇവന് പറ്റുവാണെന്ന് നല്ലോണം കൊടുത്തു എന്ന് പറയില്ല. നമ്മുടെ അച്ഛനമ്മമാർ തന്നെ വന്നിട്ട് പറയും. ആദ്യം അവരെ പറയാം. അങ്ങനെയുള്ള ആൾക്കാർ അത് കിട്ടുന്നതിന് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കിട്ടി വന്ന ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ടേ ഉള്ളൂ. നമ്മൾ CBSE പഠിക്കണമായിരുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ചിരിയൊക്കെയാണ് മാഷിന്റെ മുഖത്തുള്ളത്. അങ്ങനെ ഒരു പാഠപുസ്തകത്തിന്റെ ഒരു പൂമ്പാറ്റയുടെ ഒരു ചിത്രമുള്ള പാഠപുസ്തകം കവിത എഴുതാനാണ് ആലോചിക്കുന്നത്. അല്ല ഇതാണ് എന്തെങ്കിലും ഇൻസ്പിറേഷൻ മാഷന്മാർ ക്യാരക്ടർ ദേവനന്ദ പഠിക്കുന്ന സ്കൂളിലെ മാഷ്. അതിനപ്പുറത്തേക്ക് അല്ലേ, ദേവനന്ദ ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഞാൻ മാഷായിട്ട് അവിടെ വരാൻ സാധിച്ചിരിക്കും അല്ലേ? അങ്ങനെ വേണം പറയാൻ. അല്ല, ഇതില് സ്കൂളൊന്നും അല്ല പ്രധാന ഏരിയ. ഇത് ഇവരുടെ ഫാമിലിക്കകത്ത് നടക്കുന്ന കുറെ സംഭവങ്ങളും അതിനിടയിൽ വരുന്ന ഒരു ഏരിയയിലാണ് ഞാൻ വരുന്നത്. പ്രധാനമായിട്ടും ഈ കഥ നടക്കുന്നത് ഇവരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു സംഭവം. അതിനിടയിലാണ് മാഷിന്റെ ഒരു ഏരിയ വരുന്നത്. അതിലാണ് മാഷ് സ്കൂൾ മെയിൻ ഏരിയ അല്ല അല്ലേ? അതിൽ ചില ഇടപെടലുകൾ നമ്മൾ എവിടെയും പോയി ഇടപെടുമല്ലോ മുടകണ്ടാൽ. അതെ, അങ്ങനെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ മാഷിന്റെ സഹായത്തോടു കൂടി എല്ലാം നടക്കുന്നുണ്ടല്ലേ. ചെറുതായിട്ട് മാറ്റങ്ങൾ ചോദിക്കുന്നുണ്ട്, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒഴിച്ചു കഴിഞ്ഞാൽ മാഷിന് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട വന്നിട്ടില്ല അല്ലേ? കാരണം ഈ ക്യാരക്ടർ ഉറച്ച തീരുമാനമുള്ള ഒരാളായിരുന്നു. അങ്ങനെ അവസാനം പുള്ളിക്കാരിയുടെ ആഗ്രഹം അല്ലേ സാധിക്കുകയാണ്. ഞാൻ കഥ ഒക്കെ പറയുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ അഡ്വൈസ് ചെയ്യാം. ഇതിനൊക്കെ എന്താ പറയാ. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ചില കോളേജിലൊക്കെ പോകുമ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജ്, IIT ഞാൻ പോയ സമയത്തൊക്കെ, മദ്രാസിലൊക്കെ പോയ സമയത്തൊക്കെ അവരെയൊക്കെ ഞാൻ ഉപദേശിക്കേണ്ട അവസ്ഥ ആലോചിച്ചു. അവരത് കേൾക്കേണ്ട അവസ്ഥ ആലോചിച്ചു. ഞാൻ +2 ഇതെന്റെ
മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് അവരൊക്കെ അതൊരു ഗതികെട്ട അവസ്ഥയല്ലേ. ഇത് കേൾക്കുന്ന ഒരു മാഷിന്റെ ഒരു അവസ്ഥയല്ലോ ചോദിച്ചു. ഇത് ഏതെങ്കിലും ഒരു മാഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉപദേശം ഇരുന്നിട്ട് ഇതുപോലെ എറിഞ്ഞു പൊട്ടിക്കുന്നതല്ലേ, പോണവന് എറിപ്പിക്കണ്ട, ഒന്നും പറയുന്നില്ല. അതെ 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 അതെ. പക്ഷെ അവരങ്ങനെ എടുക്കണമെന്നില്ലടോ ആ സെൻസിൽ കേൾക്കുന്നവര്. അല്ല ഉപദേശം ഇപ്പം അവര് വലിയൊരു ഇതല്ലേ. എന്നെ സംബന്ധിച്ചോണ്ട് എൻ്റെ ടീച്ചർമാരാണ് എൻ്റെ ഒരു നമ്മളെ ഒരുപാട് കഴിവില്ലാത്ത സമയത്തും നിന്നെ കൊണ്ട് സാധിക്കും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തള്ളിവിട്ടത് കുറെ ടീച്ചർമാരാ. മറ്റേ എന്നെ ആദ്യമായിട്ട് സ്കൂൾ നാടകത്തിൽ അഭിനയിപ്പിക്കുന്ന എൻ്റെ ഒരു ടീച്ചറാണ്. അപ്പൊ എനിക്ക് അഭിനയം ഈ ജീവിതത്തിൽ ഓക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. പക്ഷെ നാടകത്തിൽ അഭിനയിച്ച ഞാൻ എവിടെയൊക്കെയോ ഞാൻ ഈ കഥയും പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാ വർഷവും നാടകത്തിന് എൻ്റെ സ്കൂളിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നത്. ആ വർഷം മാത്രം കിട്ടിയില്ല, ഞാൻ അഭിനയിച്ച വർഷം. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് നാടകം, ഇംഗ്ലീഷ് മ്യൂസിക്കൽ ഡ്രാമ. അങ്ങനെ ഈ ടീച്ചർ എന്നെ നിർബന്ധിക്കുന്നു. ടീച്ചർ പറയുന്നത് നിന്നെ കൊണ്ട് സാധിക്കും, നീ ഒന്നുമില്ലോ ഇല്ലെങ്കിലും ശ്രീനിവാസൻ എന്നൊരു മഹാനായ കലാകാരന്റെ, ചെന്നൈയിലാണ് പുള്ളിക്കാരി, മലയാളിയാണ്, എന്തെങ്കിലും കഴിവ് നിന്നിൽ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ടീച്ചർ അങ്ങനെ ഒന്നും നിർബന്ധമില്ല. ഒരു കഴിവില്ലാത്ത എത്ര മക്കളുണ്ട്, ഉദാഹരണം വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു കാര്യം എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല, നിന്നെ നിർബന്ധിക്കരുതില്ല, നിന്നിൽ അങ്ങനെ ഒരു കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൂപ്പർ സീനിയർ ആയിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ നാടകത്തിൽ. സ്കൂൾ ലീഡറും കൂടിയാണ് പെൺകുട്ടി. പിന്നെ അവളെ എല്ലാ ദിവസവും കാണാമല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ റിഹേഴ്സൽ നടക്കുന്നു. അപ്പോൾ നമ്മൾ റിഹേഴ്സ് ചെയ്തിരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഇപ്പോൾ വലിയ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ റിഹേഴ്സ് ചെയ്തിരുന്നത്. വലിയ സ്റ്റേജിൽ, ഞങ്ങളുടെ സ്കൂളിൻ്റെ സ്റ്റേജിലാണ് റിഹേഴ്സ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ 90 വയസ്സായിട്ടുള്ള അപ്പൂപ്പനായിട്ട് അഭിനയിക്കുന്നു. എൻ്റെ കഥാപാത്രം. അപ്പോൾ ഈ അപ്പൂപ്പൻ ലാസ്റ്റ് താഴെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഏറ്റവും എൻഡിൽ ഈ അപ്പൂപ്പൻ മരിക്കും, ഞാൻ മരിക്കും. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഇവർ ഡാൻസ് കളിക്കും. എന്നുവെച്ചാൽ എന്നെ അവിടെ സൈഡിൽ കിടത്തിയിട്ട് പിന്നെ മ്യൂസിക്കൽ ഡ്രാമയാണ്, അതിൻ്റെ ചുറ്റും പാട്ടും വന്ന് എൻഡിൽ ഒരു സാഡ് സോങ് വന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് അവസാനിക്കും. അപ്പൊ ഈ മറ്റേ ഞങ്ങൾ റിഹേഴ്സ് ചെയ്ത സ്റ്റേജിൽ, വലിയ സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് അവിടെ സൈഡിൽ കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ മത്സരത്തിന് പോയപ്പോൾ കുഞ്ഞു സ്റ്റേജാണ്, വേറെ സ്കൂളിന്റെ സ്റ്റേജിൽ പോയപ്പോൾ ഈ സ്റ്റേജ് ചെറുതായപ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്ന സ്ഥലത്ത് കുറേ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ ഈ കിടക്കുന്ന സ്ഥലത്ത് വന്ന് ഈ ഡാൻസേഴ്സ് എന്നെ ഇങ്ങനെ തട്ടുന്നു, ഇതാവുന്നു. ഞാൻ അവസാനം ഒരു രക്ഷയിലെനിക്ക്. കാരണം ഒരു പെണ്ണൊക്കെ വന്നിട്ട് നേരത്തൊക്കെ ചവിട്ടിയിട്ടൊക്കെ പോകുന്നു. കാരണം അവർക്ക് സ്ഥലം വേണമല്ലോ, ഞാനിവിടെ കിടക്കില്ലേ. കുറെ ചവിട്ട് കിട്ടിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഈ കൂട്ടത്തിൽ ഡാൻസ് കളിച്ചു. കാരണം എനിക്ക് ഇവർ ഡാൻസ് റിഹേഴ്സ് ചെയ്ത് എനിക്ക് അറിയാം, വേറെ വഴിയില്ല. ഇതിന് ഞാൻ സൈഡിലൂടെ ഡാൻസ് കളിച്ചിട്ട് ഞാൻ ആ വഴി ഇറങ്ങിപ്പോയി. കാരണം ഇറങ്ങി പോണല്ലോ, എത്ര നേരം ഡാൻസ് കളിക്കും. അങ്ങനെ ഇറങ്ങിപ്പോയി. ടീച്ചർ എന്നെ നോക്കിയിട്ട് what hell are you doing എന്നോട്. ഞാൻ പറഞ്ഞു ടീച്ചർ അവിടെ സ്ഥലമില്ല, എനിക്ക് ഔട്ടുപോട്ട് ഞാൻ അവിടെ നിൽക്കണം. യു ഇഡിയറ്റ് എന്നെ ശ്രീനിവാസന്റെ മഹാനായ മോൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ വലിയ സ്റ്റേജിൽ നമ്മൾ ചെയ്യും, പോകുന്ന സ്ഥലത്ത് ഈ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലത്തെ ടീച്ചർമാരെ കേട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകരുത്. ഇതുവരെ ഓർമ്മ പുതുക്കുന്നേ ഉള്ളൂ. നമസ്കാരം. ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആദ്യ ഗുരുകുലം എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയായിരിക്കും. അവരുടെ ചുറ്റുപാട്, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ. അത് ഇപ്പം എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ ഒരിക്കലും മക്കൾ അറിയുന്നത്. അപ്പം ഇവിടെ ലാവിഷായിട്ടായിരിക്കും അവരെ വളർത്തുകയൊക്കെ ചെയ്യും. പക്ഷെ അത് ചിലപ്പോൾ ദോഷമായിട്ടും ഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമ്മളൊരു ലവബിൾ ക്യാരക്ടറായിട്ടുള്ള അമ്മയാണോ അതോ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടൊരു കഥാപാത്രമാണോ? ഈ സിനിമയിലെ മാത്രമില്ല, ഇവൻ ജനറലി വീട്ടിൽ പോലും സ്ട്രഗിൾസ് ഇല്ലാതെ എങ്ങനെ വളരും. അപ്പോൾ സ്ട്രഗിൾസ് ഇല്ല, നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് സ്ട്രഗിൾസ് ഉണ്ടാവാൻ പാടില്ല എന്ന് ആലോചിക്കാനേ പാടില്ല. അത് നമുക്കാണ് ദോഷം ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠത്തിലും അതുപോലെ തന്നെയാണ് ഒരു അമ്മ. ഓക്കെ, സ്ട്രഗിൾസ് ഉണ്ടാവും, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ജീവിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. സൊസൈറ്റിയിൽ ഇപ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനെ എപ്പോഴും ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കാണും, കുട്ടികൾ ഇങ്ങനത്തെ ക്രൈമുകൾ ചെയ്യുന്ന കാണുമ്പോൾ
ഉണ്ട്, അതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഒരുപാട് കുട്ടികളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നതിൽ അർത്ഥമില്ല. അവരും ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. എന്താണ് ഇങ്ങനത്തെ സബ്ജക്ട് എടുക്കാനായിട്ട് കുട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിലൂടെ ലവുകളായിട്ടുള്ള കണ്ടന്റ് ഇപ്പം എല്ലാവരും പറഞ്ഞ് സിനിമ ചെയ്യുന്ന സമയത്ത് കണ്ടന്റുകൾ ഓഡിയൻസിന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവും. സിനിമ പ്രേക്ഷകൻ കണ്ടിരുന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ള ലെവലിലൊക്കെ കുറച്ച് കൺഫ്യൂസ് സിനിമകൾ കൂടുതലാണ്. ഇത് നിങ്ങൾ തന്നെ ഓർഡർ പറഞ്ഞു കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറീസ് ഒന്നും അല്ല. അപ്പോൾ ഇങ്ങനൊരു സ്റ്റോറി ഇപ്പോൾ റെലവെന്റ് ആണ് അല്ലെങ്കിൽ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം തോന്നിയ ഒരു റെലവെന്റ് ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടും ഞാനും ഈ സിനിമാ രംഗത്തേക്ക് വന്ന സമയത്ത് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിലും സംവിധാനം ചെയ്യുന്ന സമയങ്ങളിലും ആദ്യം എന്നിലുണ്ടായ ഒരു കൺഫ്യൂഷനായിരുന്നു. നമ്മൾ എത്ര മഹത്തായ ഒരു സബ്ജക്റ്റ് പറയുമ്പോഴും അത് എത്രമാത്രം ഓഡിയൻസിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു ഘടകമാണ്. അത് നമ്മൾ അതിന് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് അതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വലിയൊരു സബ്ജക്റ്റ് ചെയ്തിട്ട് അതിന് ജനങ്ങളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ള ഒരു മനസ്സിലാക്കലാണ് ഞാൻ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരുപാട് ഓസ്കാർ വിന്നിംഗ് ആയിട്ടുള്ള പടങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതെല്ലാം വളരെ ജനകീയമായ സബ്ജക്റ്റുകളാണ്. അപ്പം നമ്മൾ എത്ര നല്ല സബ്ജക്റ്റുകൾ പറയുമ്പോഴും അത് ജനകീയമായി തന്നെ പറയാൻ ശ്രമിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ സബ്ജക്റ്റ് അങ്ങനെ തിരഞ്ഞെടുത്തത്. ആട് ഇറങ്ങാൻ പോവാണ്, വലിയൊരു ചിത്രമാണ്. എല്ലാവരും വിജയബാബു പറഞ്ഞത് ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങൾ വെച്ചിട്ട് ആടിന്റെ പൈസ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ചിത്രമാണ്. അത് 2 ടൈം ലൈനിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരേ മാസം തന്നെ 2 പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കഥാപാത്രം, ഒന്നത് എക്സ്ട്രീം ലെവലാണെങ്കിൽ ഒന്ന് ഇതിലെ കഥാപാത്രം എങ്ങനെയെന്ന് അറിയത്തില്ല. എങ്ങനെയുണ്ട് ഈ 2 ഒരേ മാസം ഇറങ്ങുന്നത്, 2 ടൈപ്പ് പടങ്ങൾ, 2 ജോണേഴ്സ് എന്താ? ഭയങ്കര സന്തോഷമുണ്ട്. ഐ തിങ്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരേ മാസം 2 പടമൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ റിയലി എക്സൈറ്റഡ്. ആട് ഒബ്വിയസ്ലി എല്ലാവരെയും പോലെ തന്നെ ഞാൻ വളരെ പ്രതീക്ഷയിലാണ്. 19-ാം തീയതി സ്കൂളിൻ്റെ കൂടെ കാണണം. ആൻഡ് കല്യാണമരം ഇറ്റ്സ് ഓൾസോ ഇതൊരു ചെറിയ പടമാണ്. ഇറ്റ്സ് വെരി ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് സാധനം. അപ്പോൾ അതിലെ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആടിലെ ക്യാരക്ടർ എന്ന് ഓൾറെഡി അറിയാം. അതിനേക്കാളും ഒരുപാട് ഡിഫറെൻ്റ് ആണ് രാഖി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ആക്ച്വലി നല്ല സന്തോഷമുണ്ട്. നോർമലി ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഓഡിയൻസിലേക്ക് കണക്റ്റഡ് ആവാം, അല്ലെങ്കിൽ ചെയ്യുന്ന കുറച്ച് യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്ന കഥാപാത്രങ്ങളായിരിക്കും. എങ്ങനെയാണ് സിനിമ ചൂസ് ചെയ്യുന്നത്? എൻ്റെ കഥാപാത്രം എങ്ങനെപ്പോൾ ഓഡിയൻസ് കണക്റ്റ് ആവും നോക്കുകയാണോ? സിനിമ ചൂസ് ചെയ്യുന്നത് അമ്മോട് ഡിസ്കസ് ചെയ്തേക്കാം. കാരണം എനിക്ക് ലൈക്ക് ഐ വാല്യൂ ഹെർ ഒപ്പീനിയൻ അല്ലോ. എന്നെക്കാളും നന്നായിട്ട് കഥകൾ മനസ്സിലാക്കാനും അതിനെ വിലയിരുത്താനും അമ്മയുടെ കഴിവാണ് നന്നായിട്ടുള്ളത്. സോ ഐ റിലൈ ഓൺ ഹെർ. അപ്പോൾ പടങ്ങൾ വരുമ്പോൾ യൂഷ്വലി ഞാനും അമ്മയും കഥ വായിക്കും. ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവും, വീട്ടിലൊരു ഡിസ്കഷൻ ഉണ്ടാവും. എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, എന്താണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്, ആൻഡ് വെദർ ഐ ഷുഡ് ബി ഡൂയിങ് ദിസ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചർച്ചയുണ്ട്. ഒരു ഫസ്റ്റ് ലെയർ ഓഫ് ഫിൽട്രേഷൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഐ ഹാവ്. അങ്ങനെ ഒരു അമ്മ എനിക്കില്ല, അതാണ് പ്രശ്നം. നിന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുതരാം, അതാണോ നീ ചോദിക്കാൻ വേണ്ടത്? അങ്ങനെ അമ്മ നമുക്കില്ല. തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കുന്നതാ. എന്താ പറയാൻ വിളിക്കുന്നത്? അങ്ങനെ നീ മാത്രം ഇടാ ചോദിക്കടാ. അവൻ എത്ര നേരം, എത്ര കാലം, എത്ര പ്രസ് മീറ്റ്, അവൻ എത്ര കാലം. നീ ഇതിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നീ നിർത്തിപ്പോയി പരിപാടി കേട്ടോ. നീ നിർത്തി കഴിഞ്ഞാൽ ഇത് പൂട്ടിക്കെട്ടേണ്ടി വരും. ഏതാ? ആ നല്ല ചോദ്യം. നീ ഇത് എപ്പോ വന്ന മുളച്ചതാണ്? നീ പുതിയതായിട്ട് വന്നതാണ്? ഈ യുദ്ധം നടന്ന സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തതാണോ? ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് വെളിയിൽ പോയതാ. ഇടി എന്തെങ്കിലുമൊക്കെ ചോദിക്കും. BFT ബ്രോസ്റ്റഡ് ചിക്കൻ എന്താ? എടുത്തോട്ട് പോകാമോ? എന്താ നിന്റെ കിട്ടാ?
ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറിച്ച് പറഞ്ഞിട്ട് അതാണ് നീ പറ നമുക്ക് തമ്മിൽ മാത്രം ഇൻഡസ്ട്രി ആർട്ടിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കുറച്ച് വരെ ഉള്ളൂ. ഒരു സിനിമ കേട്ടിട്ട് അവസരം കൊടുത്താൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് എടുക്കുന്ന എഫേർട്ട് കുറച്ച് വരാം, ടൈം പഞ്ചായത്ത് എടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും ചേട്ടന്റെ സിനിമയിൽ ഈ വർഷം ചേട്ടൻ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, അപ്പൊ അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയായി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എത്തിയെ കൊണ്ട് ഇങ്ങനെ ആരുമില്ല ചെയ്യുക എന്നുള്ളത് ഒരു കടമയാണുള്ളത് ചെയ്യുന്നുണ്ട് അല്ല. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കഥ ആലോചിക്കുമ്പോ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഭിനയത്തിനോടുള്ള എന്റെ താല്പര്യം എത്രത്തോളമാണെന്ന്. നമ്മളൊരു കഥ ആലോചിക്കുന്ന സമയത്ത് എനിക്കുള്ള ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ വെച്ച് ആലോചിക്കും. ഓക്കെ, എനിക്ക് പ്രശ്നമുണ്ട് ആരെ വെച്ച് ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കൃത്യസമയത്ത് നടക്കുമോ? ഓക്കെ, ഒന്ന് ആരടുത്ത് പോകും? കാരണം ഇവിടെ വളരെ ലിമിറ്റഡ് ആക്ടേഴ്സേ ഉള്ളൂ. മെയിൻ സ്ട്രീം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ എടുത്ത് പോവാൻ എല്ലാവർക്കും പറ്റില്ല. ദൈവം സഹായിച്ച് നമ്മളൊക്കെ എല്ലാവരും പരിചയമുള്ളതുകൊണ്ട് നമുക്ക് പറ്റുന്നു. എന്നാൽ പോലും അവർക്കൊക്കെ ഇപ്പോൾ 2-3 വർഷത്തേക്ക് സിനിമകളുണ്ട്. അവരിലേക്ക് പോകുമ്പോൾ തന്നെ അവർ സ്റ്റാർസിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഓരോ സീസണൽ ത്രില്ലറുമായിട്ട് പോകുമ്പോൾ അവർക്ക് കോമഡി മതി എന്ന് പറയും, കോമഡി ആയിട്ട് പോകുമ്പോൾ ത്രില്ലർ മതി എന്ന് പറയും. അങ്ങനെ ഞാൻ പല ഘട്ടങ്ങളിലൂടെ പലരോടും കഥ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷത്തിനിടെ ഞാൻ ഒരുപാട് പേര്, കഴിഞ്ഞ ഒരു 6 മാസത്തിനിടെ ഒരുപാട് പേരോട് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിവിടെയൊക്കെയുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള നെക്സ്റ്റ് ടയറിൽ വരുന്ന ആക്ടേഴ്സാണ് നമ്മളൊക്കെ. ഇവിടെയും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എല്ലാവരും അപ്രോച്ചബിൾ പോലും അല്ല. പലരും എന്താ പറയണ്ടേ, ആക്സസബിൾ അല്ല പലർക്കും. ചിലർക്ക് ഇപ്പം നമുക്ക് മാനേജറൊന്നുമില്ല. അപ്പോൾ ഞാനാണ് പലപ്പോഴും ഇവിടെയുള്ളത്, ഇവനടക്കം എന്നോട് എന്ത് വേണം നിനക്ക്, എപ്പോഴും നമ്മൾ അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ അവൈലബിൾ ആയിരിക്കുന്ന ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. മറ്റവരൊക്കെ എവിടെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ പലരും. അപ്പൊ നമ്മളൊരു കഥ ആലോചിക്കുമ്പോൾ പോലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരെടുത്ത് പോകും, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് പോയാൽ ഇവര് ചെയ്യുമോ, ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറഞ്ഞാലും ഇതിൻ്റെ എടുക്കുന്ന കാലതാമസം, സമയം, ഇതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് പോണ്ടാന്ന് തോന്നിപ്പോകും. പിന്നെയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിലുള്ള നിർത്തണം. കാരണം പ്രീ റിലീസ് പഴയ പോലെ ബിസിനസ് ഒന്നുമില്ല. തിയേറ്ററിൽ ഓടി കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ. തിയേറ്ററിൽ ഓടി കിട്ടിയാൽ മാത്രമേ ഇന്ന് ബിസിനസ് ആവുന്നു പോലും. അതും വലിയൊരു ബിസിനസ് ആവുന്നുമില്ല. അപ്പം ചില സിനിമകൾ, ഇപ്പം ഈ സിനിമയൊക്കെ സാറ് അത് ഇഷ്ടപ്പെട്ടു, ഇവരുടെ ഒരു കൺവിക്ഷന്റെ പുറത്ത് ഈ പറഞ്ഞ ബിസിനസ് ഒന്നും നോക്കാതെ ആ സിനിമ സംഭവിക്കണം, അല്ലെങ്കിൽ ആ സിനിമ നല്ല സിനിമയാണ്, ആ സിനിമയുടെ പുറത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ കഥയുടെ പുറത്താണ് ഇൻവെസ്റ്റ്മെന്റ്, ആ നടന്റെ ഒന്നുമല്ല. ഈ കഥ നല്ലതാണ്, ഈ സിനിമ സംഭവിക്കണം, ഈ സിനിമ പറഞ്ഞാൽ ഈ സമയത്ത് ഈ സിനിമ പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഉപരി ഈ സിനിമ, നമ്മളൊരു സിനിമ ഒരുമിച്ചൊരു സിനിമ ചെയ്യുക എന്നുള്ളതും കൂടെ, ഇങ്ങനൊരു കഥ ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ തിയേറ്റർ കളക്ഷനൊക്കെ മുകളിൽ ഇതൊരു ആഗ്രഹവും ഒരു സന്തോഷവും കൂടിയാണ് ഇങ്ങനൊരു സിനിമയൊക്കെ സംഭവിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ആലോചിക്കും, ബിസിനസ്സൊക്കെ ആലോചിച്ച് ഇത് ബിസിനസ് ആവൂലേ, അല്ലെങ്കിൽ ഇത് അതാവൂലേ, ഇതൊക്കെ കുറേ ചിന്തകളാണ്. അങ്ങനെ ചിന്തിച്ച് കുറച്ച് പേരെടുത്തൊക്കെ പോയി ഇപ്പൊ കഥ പറഞ്ഞൊരു കുറച്ചധികം സിനിമ, ഒരു 3-4 സിനിമ ആയിട്ടുണ്ട്. ഒരു കുറച്ച് സിനിമയും കൂടെ വെച്ചിട്ടുണ്ട്, വലിയൊരു അനൗൺസ്മെന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരു 3 ആയിട്ടുണ്ട് വെച്ചോ, ബാക്കി ഒരു 5-6 കൂടെ ആയാൽ അനൗൺസ് ചെയ്യും. ഓക്കെ ഓക്കെ. ഞാൻ എക്സ്പെരിമെന്റിൽ തുടങ്ങാന്ന് വിചാരിച്ചേ, പിന്നെ ഞാൻ വിചാരിച്ചു ഹ്യൂമർ തന്നെ മതി. അതുകൊണ്ടൊരു ഫസ്റ്റ് പടം ഒരു തമാശ പടമായിരിക്കും. ഡിസ്കംഫർട്ട് ഉണ്ട്, അതൊരു കഥാപാത്രം കൊടുക്കുന്നതാണ്. അതിലേക്ക് ഇരിക്കുന്ന പ്രേക്ഷകന് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ അതിൽ കഥാപാത്രം ഉണ്ടാക്കുന്ന ഒരു ഡിസ്റ്റർബൻസ്, അത് ചെറിയൊരു കാര്യമല്ല ഒരു ആർട്ടിസ്റ്റ് കൊടുക്കാറുള്ളത്. അതേപോലത്തെ കഥാപാത്രം മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ? ഫിലോസഫിക്കലാണ് ചോദിക്കും, ഫാക്ട് ബേസ്ഡ് ആണ് പറയാൻ എളുപ്പമുണ്ട്. ഓക്കെ, അങ്ങനെ മിസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റണം കേട്ടോ. ഇതിനകത്തൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ്, ഒരു ഹ്യൂമർ, എന്താണ് പടത്തിൻ്റെ ഒരു ഹ്യൂമർ ത്രെഡാണ് ഇതിൽ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു പടം ഇപ്പം ചെയ്തിട്ടുണ്ട് ഭയങ്കര ഡാർക്ക് വില്ലനായിട്ട്. അപ്പോൾ ആ മിസ്സിങ് ചിലപ്പോൾ ആ പടം
കേട്ടിട്ടില്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് കേൾപ്പിച്ചത് രവിയിൽ 5 തവണ പറഞ്ഞേ. ഓടിക്കോ അപ്പൊ ചായ അടിച്ചിട്ട് പോവാ. അദ്ദേഹം എന്താ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ അല്ല സിനിമയ്ക്ക് പേരിട്ടത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഡയറക്ടർ സാറിനും എല്ലാവർക്കും ഒരു വിഷയം ഉണ്ടാക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ആ പേരിന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും. അത് എനിക്ക് തോന്നുന്നു മൂവിയായിട്ട് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിലാണ് അത്. ഇപ്പം എല്ലാവരും അത്രയും മൂവിനെ കുറിച്ച് അത്ര ബ്രേക്ക് ചെയ്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒത്തിരി എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷെ ആ ഒരു പേരിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും മൂവിനെ കുറിച്ച്. ഇപ്പോൾ കല്യാണ മരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതായിരിക്കും ഒരു മരം. ആ മരം ഞങ്ങളുടെ ഒരു കഥയുടെ ഭാഗമാണ്. അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതായിട്ട് ഏതൊക്കെ ക്യാരക്ടേഴ്സ് റിലേറ്റഡ് ആണെന്നുള്ളത് ഇനി സിനിമ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. കോമഡി ടോണുള്ള സിനിമയെന്ന് പറഞ്ഞു. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ പിന്നെ ഷാനൂരിലേക്ക് ഇതിലേക്ക് ആളായെന്നുള്ള കാര്യം പറഞ്ഞു. അവര് ആക്ടിങ് ബേസിൽ കോമഡിയാണോ ശരിക്കും ഉദ്ദേശിച്ചത്, അങ്ങനെയാണോ അവരെ അതിലേക്ക് ആളാവുന്നത് കഥാപാത്രം? അത് ശരിക്കും കഥാപാത്രമാണ്, കഥാപാത്രമായി മാറുകയായിരുന്നു അത്. നമ്മളത് പ്രത്യേക ഒരു ഓണർ നമ്മൾ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് നിങ്ങൾ ഇപ്പോൾ ഈ ചോദ്യം തന്നെ, ഇപ്പോൾ ഇവിടുന്ന് വന്ന ചോദ്യം, ഇത് എന്താണ് ഈ പേര് എന്നുള്ള ആ ക്യൂരിയോസിറ്റി ഞങ്ങൾ ഈ പടത്തിന് പേരിട്ട സമയം മുതലും ഞങ്ങൾ നേരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ക്യൂരിയോസിറ്റിയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കഥാപരമായ രീതിയിലുള്ള ഒരു റിവ്യൂ ചെയ്യാൻ പറ്റാതെ വരുന്നത്. എന്താണെങ്കിലും കല്യാണം എന്ന് പറയുന്നത് അത് ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കഥാ ഭാഗമാണ് എന്ന് ഇപ്പൊ പറയാൻ പറ്റും. സിനിമ എല്ലാ സിനിമയിലും മേഡം ഒരു ഹൗസ് വൈഫായിരിക്കും, ഒരു നന്മപരമായിരിക്കും. ഇതിൽ എന്തായിരിക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക, എന്തായിരിക്കും ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത? ഇവിടെ അമ്മയായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, ആ അതാണ് സപ്പോർട്ടിങ് ക്യാരക്ടർ. അല്ല, ഇതില് എന്താ ഇപ്പോഴും എല്ലാ സിനിമയിലും ഇതുപോലെ ഭയങ്കര നന്മയായിട്ടും ഭയങ്കര സന്തോഷമായിട്ടും ഒരു കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് സ്റ്റാമ്പ് അടിച്ചു വരാതെ ഇതിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലാത്തിലും ഉണ്ട്. ഒരു അമ്മയ്ക്ക് ഒരു ഫാമിലിയിൽ എന്താണ് റോള്, അതേ ഉള്ളൂ എനിക്ക്. ഓരോ അമ്മയ്ക്കും എവറി മദർ ഇസ് ഡിഫറെൻറ്റ്. ഓരോ മദറുടെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ്, ഓരോ മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ പേര്? സുജോ. സുജോ ശരിയാണോ? സുജോ ആണ്. നിങ്ങളുടെ പടം എപ്പോൾ വരും? അതിലെനിക്ക് ക്യാരക്ടർ എന്തായിരിക്കും? അപ്പോൾ സംസാരിക്കാം. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. അച്ഛൻ പറഞ്ഞ അച്ഛൻ എഴുതിയ പല കഥാപാത്രങ്ങളുടെയും സിനിമാ ഡയലോഗുകളുടെയും ഇപ്പോൾ വന്ന സാഹചര്യത്തിൽ ലോകത്തിൽ എവിടെയായാലും മനുഷ്യൻ്റെ കാര്യം ഒരേപോലെയാണെന്നുള്ള ഡയലോഗുകളും പലതും ഇപ്പോൾ വരുന്നുണ്ട്. അതേപോലത്തെ ഡയലോഗുകളൊക്കെ എഴുതാൻ സാധിക്കുമോ? മനസ്സിലായി. യുദ്ധത്തെ പറ്റി അച്ഛൻ എഴുതിയിട്ടുണ്ട് ലോകകാര്യങ്ങളിൽ. അച്ഛൻ എഴുതി ഞാൻ എഴുതാൻ പോകുന്ന നീ നോക്കിക്കോ. അല്ല, അങ്ങനെയുള്ള എന്താ പറയാ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പല ഡയലോഗുകളും പല വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ ദീർഘവീക്ഷണമുള്ള ആളാണോ ധ്യാൻ ശ്രീനിവാസൻ? എന്ത് ചോദ്യം നീ ഈ ചോദ്യം ചോദിക്കുന്നതിന് എനിക്ക് ഉറപ്പായിരുന്നു. അത്ര ദീർഘവീക്ഷണമുണ്ട് എനിക്ക്. അതാണ് നീ എന്തൊക്കെ വൈകിപ്പോയെന്നുണ്ടോ അല്ലേ? ഇതൊക്കെ എൻ്റെ ഒരു പാർട്ട് ഓഫ് ദ പ്ലാനാണ് അല്ലേ? പ്രശാന്ത് മുരളീധരൻ എല്ലാവരും ഫാസിലിന്റെ ചെറുതായിട്ടുള്ള പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ടോ? മാറിയില്ലേ അത് കണ്ടിട്ട് കഷ്ടപ്പെട്ട് മുടിയത്. അല്ല, ഇപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒഴുക്കിലൊക്കെ ആണെങ്കിൽ അതിലൊക്കെ വ്യത്യസ്ത പല സിനിമകളും അതിലും ഉണ്ടായിരുന്നു. ഫാസിലിന്റെ അല്ല, പല മാഗസിനുകളുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ കോമഡിയാണ്. അത് ഇപ്പൊ ആക്ടേഴ്സിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ്? ഇത് ചെയ്യാൻ പാടുള്ളത് എന്തൊക്കെയാണ്? ചെയ്യാൻ പാടുന്നത് അതെ പാടണം.
എടാ കഥ കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ മനോഹരത അല്ലേ? എന്താണ് എന്താണ് ഉത്തരം പറയേണ്ടത്? ഉത്തരം മുട്ടിക്കുന്നു. ഇഷ്ടപ്പെട്ട കോമഡി അല്ലാതെ കോമഡി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഞാൻ എന്ത് ചെയ്യും? നീ ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രശ്നിച്ചിരിക്കുന്നത്. എന്നെ അറിയില്ലേ നിങ്ങൾക്ക്? ലാൽ സാറ് പറഞ്ഞ പോലെ ഈ ഇത്രയും വർഷമായി നിങ്ങളൊരു ഒരാളായി ഞാൻ ഇത്ര അറിഞ്ഞില്ലേ? നീ എന്താണ് അറിയുന്നത്? വിഷ്ണു വിഷ്ണു നിന്നെ മിസ് ചെയ്ത ഞാൻ. തിരിച്ചു വരൂ, മൂവി വേൾഡിലേക്ക് തിരിച്ചു വരുന്നു. മകനെ മടങ്ങി വരൂ. ജൈത്രയാത്ര അവസാനിച്ച് ഏഷ്യാനെറ്റിലെ ന്യൂസിലെ ജൈത്രയാത്ര കഴിഞ്ഞത് ഇതാ വരുന്നു. ധ്യാൻ ചേട്ടാ, ആ ഇവിടെ 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 ആ, നീ വാ. വിനീതേട്ടനും ധ്യാൻ ചേട്ടനും കൂടി ശ്രീനിവാസൻ ചേട്ടന്റെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. യങ് ടാലന്റിന് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ആ ടാലന്റ് നീ ആണെന്നാണ്? ഒരിക്കലും അല്ല. നേരത്തെ കുറെ സ്റ്റോറീസ് ലൈനപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോ യങ് ടാലന്റ്സിനെ ഹണ്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഹണ്ട് വേട്ടയാടി കൊല്ലു വലോചന. അങ്ങനെ ഒരുത്തരും ഞാനും ചേട്ടനും അല്ലാതെ ഇവിടെ വേറെ ആരും വേണ്ട. പിന്നെന്താ? അപ്പൊ അതിലുള്ള സ്റ്റോറീസ് ആണ് ഇപ്പൊ ലൈനപ്പായി നിൽക്കുന്നു എന്ന് പറഞ്ഞത്. അതെ അതെ അതെ. ഓ പിന്നെ നിങ്ങൾ എന്താ ഇത്? അതെ 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 അതെ. കമ്പനിയുടെ പുറത്ത് കുറച്ചധികം പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഒന്ന് വഴിയെ അനൗൺസ് ചെയ്യും. ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്കായിരിക്കും ചാൻസ്. ആദ്യം ഞാനും ചേട്ടനും ഒന്ന് ഇപ്പൊ ഞങ്ങളെ ഡൾ ഫേസാണ്. ഞങ്ങൾ ആദ്യം ഒന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം യങ് ടാലൻസിനെ ഹണ്ട് ചെയ്ത് കൊണ്ടു നിർത്തും. അത് അവിടെ കിടക്കട്ടെ. വിഷ്ണു തീരെ സിനിമ എഴുത്തിലേക്കൊക്കെ കടന്നു കേൾക്കുന്നു. ദേവനോട് ചോദിക്കുക, നല്ല ചോദ്യം ചോദിക്കും. ദേവനന്ദ ഈ ഒരു ഏജില് ഞങ്ങളൊന്നും ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ലൈഫിനെ പറ്റിയിട്ടും പ്രൊഫഷണൽ പറ്റിയിട്ടൊക്കെ. അപ്പം ഇതൊക്കെ ദേവനന്ദക്ക് സ്വയം ലൈഫിൽ നിന്നും അല്ലെങ്കിൽ സ്വയം വായിച്ചിട്ടോ ഒക്കെ അങ്ങനെ കിട്ടുന്ന ഒരു ലേണിംഗ് ആണോ? അതൊക്കെ അത് കംപ്ലീറ്റ്ലി പാരന്റ്സിന്റെ ഒരു ഗൈഡൻസ് ആണ്? അത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിപ്പം ഈ ആക്ടേഴ്സിൻ്റെ കൂടെ ഓരോ പ്രൊഫഷണൽ ആക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, ഓരോ ആളെ കാണുമ്പോഴും അവർ പറഞ്ഞു തരുന്ന നോളജ് വേറെ ആയിരിക്കും. പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന നോളജ്, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ട്, അത് നമുക്ക് കിട്ടുന്ന ഒരു ലിമിറ്റഡ് നോളജാണ്. ആ നോളജിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അത് അച്ഛനും അമ്മയും പഠിപ്പിച്ച് തന്നു വിടുന്നല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചോദ്യങ്ങൾ ഏതാണ് ചോദിക്കുന്നത് നമുക്ക് അറിയത്തില്ല. വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ വരുന്നത്, ആ ഒരു സിറ്റുവേഷനായിട്ട് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതാണ് മീഡിയ ചേട്ടന്മാരെല്ലാവരും ചോദിക്കാറുള്ളത്. അപ്പോഴാണ് നമ്മൾ ആ മൊമെന്റിലാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇന്റർവ്യൂസിന് നേരത്തെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടോ, അത് അപ്പോൾ പ്രിപ്പയർ ചെയ്ത് വന്നാണോ ആൻസർ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാനാണ്, ഇന്റർവ്യൂസിന് നമുക്ക് നേരത്തെ ചോദ്യങ്ങൾ തരാറില്ല. ആ സെക്കൻഡിൽ കിട്ടുന്ന ക്വസ്റ്റ്യന് അപ്പം ആൻസർ പറയുന്നേ ഉള്ളൂ. അതും എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ വാക്കുകളിലൂടെയാണ് ഞാൻ പറയുന്നത്. അതിൽ തെറ്റുണ്ടാവും, ശരിയുണ്ടാവും. പിന്നെ അച്ഛനമ്മയും പറഞ്ഞു തന്ന് പഠിപ്പിക്കാനല്ല, പക്ഷെ അവരിൽ നിന്ന് ഒത്തിരി നോളജ് നമുക്ക് കിട്ടും. കാരണം അച്ഛനും അമ്മയും എന്നെക്കാട്ടും ഒത്തിരി ലോകം കണ്ടിട്ടുള്ളവരാണ്, കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം എങ്ങനെ ഓരോ സിറ്റുവേഷൻ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞു തരുന്ന അച്ഛനമ്മയാണ്. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത്രയും നല്ല ആൾക്കാരോട്, ഇത്രയും പ്രൊഫഷണൽ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും അത് നമ്മുടെ സംസാരം സ്പീച്ചല്ല, നമ്മുടെ ആക്ഷൻസിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം അഭിനയത്തിലാണെങ്കിലും നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും അഡ്വൈസ് എടുത്താൽ
അത് നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇത്രയും നല്ലൊരു ചോദ്യം തന്നതിന് ഒത്തിരി നന്ദി. ഈ ഒരു ചോദ്യത്തോടുകൂടി ഈ ഒരു അപ്പൊ അതാണ് അജിനെ ചോദിക്കുന്നതാണ് അവസാനത്തെ ചോദ്യം. നിനക്ക് ഇല്ലാത്തതും ദേവനന്ദക്കുള്ളതും. നിന്റെ പ്രശ്നം എന്താ? അയ്യോ ദേവനന്ദ, അയ്യോ എന്ന് പറയും. എനിക്ക് അയ്യോ ദേവ നന്ദി. കഴിഞ്ഞു. വിഷ്ണു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നടാ കഴിയട്ടാ സാർ അവസാനമായിട്ട്. ഹലോ 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 അതെ, ഒന്ന് കഴിഞ്ഞില്ല. അതെ, ഞാനപ്പോ ഒരു പഴയ മലയാളം പാട്ട് പാടാം. പൊന്നിൽ കുളിച്ചു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിന്ദാസമായി പ്രിയതോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗാ